ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. പായൽ നമ്പർ 1ൻ്റെ മെയിൻ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം വന്നിട്ട്. താങ്ക് യു. വോ, ബ്യൂട്ടിഫുൾ. സണ്ണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നമ്പർ 19 വന്നിട്ടുണ്ട്. ഈ ഒരു മാസം 19th വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി സക്സസ്, റെക്കഗ്നിഷൻ, ഒത്തിരി പേര് നിങ്ങളെ തിരിച്ചറിയുക, ഒത്തിരി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒത്തിരി സക്സസ്, ഓക്കെ, അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ സൺ വന്നിട്ട് ഒത്തിരി ഊർജം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 ഓഫ് ഫയർ, അതായത് 10 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജി കൂടെ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ, അതിന് നിങ്ങൾക്ക് ഈ ഒരു ദിവസം റിട്ടേൺ ലഭിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രതിഫലം, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഈ ഒരു ദിവസം ഉണ്ടാകുന്നതാണ്. ഇവിടെ നമുക്ക് ഒത്തിരി എന്താ പറയുക, കിച്ചണിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ടയേർഡായിട്ട് ഈ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു എനർജിയിൽ നിന്നിട്ട് കുറച്ചൊരു പോസ്, കുറച്ചൊരു ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒരു ഹോളിഡേ ആയിരിക്കാം. ഓക്കെ, ഒരു വെക്കേഷൻ്റെ എനർജി ആയിരിക്കാം. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേര് വന്നിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം. പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട്, പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ കുക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി എന്താ പറയുക, എനർജി ഉണ്ടാകുന്നുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പുതിയ റെസിപ്പീസ് ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ടാകാം. അത് സക്സസ്ഫുൾ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 വന്നിട്ട് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇത് വന്നിട്ട് സെലിബ്രേഷൻ, കമ്മ്യൂണിറ്റി, ഫ്രണ്ട്ഷിപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു മേഖലകളിൽ കുറച്ചും കൂടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി മൊമെൻറ്റ്സ് വരുന്നുണ്ടാകാം. അത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ ഇത് ഫ്രണ്ട്ഷിപ്പിലാകണം എന്നില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയിലായിരിക്കാം, എൻവയറമെൻറ്റിലായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്, ആ ഒരു എനർജിയിലോട്ട് പോകാതിരിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സ്നേഹം, കാരുണ്യം, ഓക്കെ, ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, അതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ മെയിൻ എനർജി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ മെയിൻ എനർജി എന്താണ് പായൽ നമ്പർ 2യുടെ? താങ്ക് യു. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്, അസസ്മെൻറ്റ്, പേഷ്യൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേര് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡീലിങ്സ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്, പ്രോഫിറ്റ്,
ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് കുറച്ച് പേരുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേരുടെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ എൻഡ് ആകുന്നതായിട്ട്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പേഷ്യൻസോടുകൂടി ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം എൻഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട റിപ്ലൈ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്താ എനർജിയാണ് ഇവിടെ? വൈസ് കൗൺസിലറാണ്. ബിലോങ്ങിങ്, ലേണിംഗ്, ട്രഡീഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് എനർജീസ് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ട്രഡീഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാകാം, ലേൺ ചെയ്യുന്നുണ്ടാകാം. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ട് നിങ്ങൾ ലേൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എനർജിയിലാണ് ബിലോങ് ചെയ്യുന്നത്, ഏത് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലാണ് നിങ്ങൾ ബിലോങ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, ഗൈഡൻസ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ടാകാം. പഠന വിഷയങ്ങളിൽ ഈ ഒരു ദിവസം പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫിനാൻസിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫാമിലിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, താങ്ക് യു. 9 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇന്ന് കുറച്ച് പേരോട് പറയുന്നുണ്ട്, കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും കുറച്ചൊന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പയർഡായിട്ട്, തയ്യാറായിട്ടിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഒരു യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ പോലും നിങ്ങൾ പ്രിപ്പയർഡായിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർഡായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇത് ചിലപ്പോൾ ഇന്നത്തെ എനർജി ആകണം എന്നില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 9 ഓഫ് വോൺസിൽ വന്നിട്ട് ഒത്തിരി ടയേർഡ്നെസ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഹാർഡ് വർക്കിങ്ങിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ലോ വൈബ്രേഷൻ എനർജിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾ വിശ്രമം എടുക്കുക, നിങ്ങളെ നർച്ചർ ചെയ്യുക. ആവശ്യത്തിന് നന്നായിട്ട് എന്താ പറയുക, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനായിട്ട്, നല്ല ഭക്ഷണം കഴിക്കാനായിട്ട്, നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട്, നിങ്ങളെ കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ എനർജിയായിട്ട്, പൂക്കളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യുക, ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ചെയ്യുന്നതും നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിന് കുറച്ചൊരു സമാധാനം കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം കറേജിയസ് ആയിട്ട്, ബോൾഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.